കോൺഗ്രസ് നേതാവ് വി.ആർ. അനൂപ് മീഡിയ വണിനൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ വി.ആർ. അനൂപ്, നമ്മൾ ഈ കണ്ടതൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളത്, അതിലുമൊക്കെ അപ്പുറത്ത് ക്രൂരമായ മർദ്ദനം സുജിത്തിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ആ പോലീസ് സ്റ്റേഷന് മുകളിൽ കൊണ്ടുപോയി തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തത് എന്നാണ് സുജിത്ത് ഇപ്പോൾ മീഡിയ വണിനോട് പ്രതികരിച്ചത്. ഇങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നടക്കുന്നത് എങ്കിൽ, ഒരു സാധാരണക്കാരന് ഇவ்விധമാണ് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നേരിടേണ്ടി വരുന്നത് എങ്കിൽ അത് എത്രത്തോളം ഭയാനകമായ സാഹചര്യമാണ്? സുജിത്തിൻ്റെത് ഒറ്റപ്പെട്ട ഉദാഹരണമല്ലല്ലോ. തൃശൂർ ജില്ലയിൽ തന്നെ വിനായകൻ എന്ന ചെറുപ്പക്കാരനെ തൃശൂർ ജില്ലയിലെ പാവർട്ടി സ്റ്റേഷനിൽ മുടി നീട്ടി വളർത്തി എന്ന് പറഞ്ഞാണ് ദാരുണമായ മർദ്ദനത്തിന് വിധേയനാക്കിയതെന്ന് മാത്രമല്ല, അത് വിനായകന്റെ മരണത്തിലാണ് കലാശിച്ചത്. ഇവിടെ കേരള പോലീസിന്റെ ആപ്തവാക്യമായി പറയുന്നത് മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ്. പക്ഷേ ഈ മൃദുഭാവം എന്ന് പറയുന്നത് സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ കേരള പോലീസിന് മൃദുഭാവമാണ്. ഇപ്പോൾ പോലും പാലക്കാട് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടന ശേഖരം കണ്ടുപിടിച്ചിട്ട് പോലും വളരെ കാര്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലീസിന് സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ സുജിത്തിനെ പോലുള്ള സാധാരണക്കാർ, മറ്റ് സാമൂഹിക പ്രവർത്തകർ ഇടപെടുന്ന കേസുകളിലൊക്കെ ദൃഢകൃത്യമാണ് പോലീസിന്റെ വരുന്നത്. സത്യത്തിൽ കേരള പോലീസിന്റെ മൃദുഭാവേ ദൃഢകൃത്യ എന്ന് പറയുന്ന ആപ്തവാക്യത്തിന് പുതിയ വ്യാഖ്യാനമാണ് പിണറായിയുടെ പോലീസിംഗ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ സുജിത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ല. അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ, ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട്, പ്രാദേശികമായ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങളിൽ പ്രാദേശികമായി ഏത് പൊതുപ്രവർത്തകരും ചെയ്യുന്ന പോലെ ചില ഇടപെടലുകൾ നടത്താൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതിന്റെ ഭാഗമായി സുജിത്തിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ കാണുന്നു CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യക്തമാണ്. CCTV ഇരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണെങ്കിൽ CCTV ഇല്ലാത്ത ഇടത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം എപ്പോഴും പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന് നേരിട്ട വലിയ പീഡനങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം നേരിട്ട പീഡനത്തിന്റെ ഭാഗമായി ഒരു ചുവന്ന ഷർട്ട് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചതാണ്. പക്ഷെ കേരളത്തിലെ നിരവധി ചെറുപ്പക്കാർ അവരുടെ ചോരയിൽ മുതിർന്ന വസ്ത്രങ്ങൾ ഈ പിണറായി വിജയന്റെ ഭരണത്തിന് നേരെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ 10 വർഷമായി. ശ്രീ വി.ആർ. അനൂപ്